മാസം വലിയ സാലറി കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല. നമ്മുടെ കയ്യിലുള്ള ഒരു സ്കിൽ ഉപയോഗിച്ചോ, പഠിച്ചെടുക്കുന്ന ഒരു സ്കിൽ ഉപയോഗിച്ചോ ചെറിയ രീതിയിൽ തുടങ്ങാവുന്ന പല ഇൻകം ഓപ്പർച്യൂണിറ്റീസും ഇന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഒരു ദിവസം കൊണ്ട് ആയിരങ്ങൾ ഉണ്ടാക്കാം എന്ന വീഡിയോകളും വിശ്വസിക്കരുത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റിയലിസ്റ്റിക്കലി തുടങ്ങാൻ കഴിയുന്ന 10 വഴികളാണ്. ഇതിൽ ചിലത് പണം മുടക്കാതെ തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് ഏത് വഴി പറ്റും എന്ന് വീഡിയോ അവസാനം മനസ്സിലാകും. നമസ്കാരം, നാട്ടുചന്തം ചാനലിലേക്ക് സ്വാഗതം. ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ, യൂസ്ഫുൾ ടിപ്സ്, മണി ഐഡിയാസ് തുടങ്ങിയ വ്യത്യസ്തമായ അറിവുകൾ ലളിതമായി പങ്കുവയ്ക്കാനാണ് ഈ ചാനൽ. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും സ്വന്തം ഇൻകം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ്. ഒരു കാര്യം മാത്രം ഓർക്കണം, ഇൻകം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല, പഠിക്കാനും സ്ഥിരമായി ശ്രമിക്കാനുമുള്ള മനസ്സാണ്. ആദ്യത്തേത്, നിങ്ങൾക്ക് റൈറ്റിംഗ്, ഡിസൈനിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ട്രാൻസ്ലേഷൻ, വോയിസ് ഓവർ, തംബ്നെയിൽ മേക്കിംഗ് പോലുള്ള ഏതെങ്കിലും സ്കില്ലുണ്ടോ എങ്കിൽ ഫ്രീലാൻസിംഗ് ഒരു ഓപ്ഷനാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ല തംബ്നെയിൽസ് ഡിസൈൻ ചെയ്യാനറിയാം. ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ തംബ്നെയിൽ ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ തംബ്നെയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു സ്കില്ല് പകരം പേയ്മെന്റ് ലഭിക്കുന്നതാണ് ഫ്രീലാൻസിംഗ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കിൽ ആദ്യം, ഇൻകം പിന്നീട്. ഇന്ന് അക്കൗണ്ട് ഉണ്ടാക്കി നാളെ 1000 രൂപ കിട്ടും എന്ന രീതിയിൽ ചിന്തിക്കരുത്. ആദ്യം ഒരു സ്കിൽ തിരഞ്ഞെടുക്കുക, അത് പഠിക്കുക. 5 മുതൽ 10 വരെ സാമ്പിൾ വർക്ക്സ് ഉണ്ടാക്കുക. അതിനുശേഷം ക്ലയൻസ് അന്വേഷിക്കുക. തുടക്കത്തിൽ ചെറിയ പ്രോജക്ട്സ് ആയിരിക്കാം, പക്ഷേ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ സ്കില്ലിന്റെ വാല്യൂ കൂടാം. രണ്ടാമത്തേത്, ഇന്ന് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയ്ക്കായി ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നവർ ഒരുപാടാണ്. പക്ഷേ എല്ലാവർക്കും എഡിറ്റിംഗ് അറിയണമെന്നില്ല. അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നത് ഒരു യൂസ്ഫുൾ സ്കിൽ ആയേക്കാം. മൊബൈൽ ഉപയോഗിച്ച് പോലും ബേസിക് എഡിറ്റിംഗ് പഠിക്കാൻ കഴിയും. ആദ്യം കട്ടിംഗ്, ക്യാപ്ഷൻസ്, ട്രാൻസിഷൻസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബേസിക് കളർ കറക്ഷൻ ഇവ പഠിക്കാം. പിന്നീട് അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് പഠിക്കാം. നിങ്ങൾക്ക് നല്ല എഡിറ്റിംഗ് സ്കിൽ വന്നാൽ ക്രിയേറ്റേഴ്സിനായി വീഡിയോസ് എഡിറ്റ് ചെയ്ത് പേയ്മെന്റ് നേടാൻ ശ്രമിക്കാം. മൂന്നാമത്തെ വഴി വളരെ സിമ്പിളാണ്, തംബ്നെയിൽ ഡിസൈനിംഗ്. ഒരു വീഡിയോ എത്ര നല്ലതായാലും തംബ്നെയിൽ ആളെ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ വീഡിയോ കാണാതെ പോകാം. അതുകൊണ്ട് നല്ല തംബ്നെയിൽ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ സ്കില്ലാണ്. ഇതുവരെ പറഞ്ഞ 3 വഴികളിൽ ഒരു കോമൺ കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു സ്കിൽ പഠിക്കണം, പക്ഷേ അടുത്തതായി പറയുന്ന വഴികളിൽ ചിലത് നിങ്ങളുടെ ഇപ്പോഴുള്ള അറിവ് ഉപയോഗിച്ചു തന്നെ തുടങ്ങാൻ കഴിയുന്നവയാണ്. അടുത്തതായി AI ഉപയോഗിച്ച് സർവീസസ് ചെയ്യുക. ഇന്ന് AI ടൂൾസ് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ AI ടൂൾ ഉപയോഗിക്കാൻ അറിയുന്നത് മാത്രം ഇൻകം ആകില്ല. AI ഉപയോഗിച്ച് മറ്റൊരാൾക്ക് യൂസ്ഫുൾ ആയ ഒരു സർവീസ് നൽകുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഒരു ചെറിയ ബിസിനസ്സിന് സോഷ്യൽ മീഡിയ പോസ്റ്റ്സ് വേണം. ഒരു യൂട്യൂബ് ക്രിയേറ്ററിന് വീഡിയോ ഐഡിയാസ് വേണം. ഒരു ഷോപ്പിന് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് വേണം. ഒരു ക്രിയേറ്ററിന് ബേസിക് തംബ്നെയിൽ കോൺസെപ്റ്റ്സ് വേണം. ഇത്തരം ജോലികളിൽ AI നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളായി ഉപയോഗിക്കാം. പക്ഷേ ഔട്ട്പുട്ട് കോപ്പി ചെയ്ത് കൊടുക്കുന്നതിന് പകരം അത് പരിശോധിക്കുകയും തിരുത്തുകയും നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ചേർക്കുകയും വേണം. AI ഒരു ഷോർട്ട് കട്ടായി മാത്രം കാണാതെ ഒരു പ്രൊഡക്ടിവിറ്റി ടൂളായി ഉപയോഗിക്കാൻ പഠിക്കുക. അഞ്ചാമതായി ഓൺലൈൻ ട്യൂട്ടറിംഗ്. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് നന്നായി അറിയാമോ? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, അല്ലെങ്കിൽ ഒരു സ്കിൽ പോലുമാകാം. എങ്കിൽ ഓൺലൈൻ ട്യൂട്ടറിംഗ് ഒരു ഓപ്ഷനാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു സബ്ജക്റ്റ് നന്നായി അറിയാമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഓൺലൈനായി പഠിപ്പിക്കാൻ ശ്രമിക്കാം. ആദ്യം നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. ഇവിടെ ഒരു പ്രധാന കാര്യം, നന്നായി അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു സ്കില്ലാണ്. ആറാമതായി യൂട്യൂബ് കോൺടെന്റ്. അടുത്ത വഴി എല്ലാവർക്കും പരിചിതമായതാണ് യൂട്യൂബ്. പക്ഷേ യൂട്യൂബിനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴിയായി മാത്രം കാണരുത്. ആദ്യം ഓഡിയൻസ് ഉണ്ടാക്കണം. നല്ല കോൺടെന്റ് സ്ഥിരമായി അപ്ലോഡ് ചെയ്യണം.
ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ആളുകൾക്ക് വാല്യൂ നൽകണം. ഉദാഹരണത്തിന് ബ്യൂട്ടി ടിപ്സ്, സ്റ്റഡി കോണ്ടന്റ്, കുക്കിംഗ്, ടെക്നോളജി, സ്റ്റോറീസ്, എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് ജെന്യുവൻലി സംസാരിക്കാൻ കഴിയുന്നൊരു ടോപ്പിക് തിരഞ്ഞെടുക്കുക. ഷോർട്സ് ഉപയോഗിച്ച് പുതിയ വ്യൂവേഴ്സിനെ എത്തിക്കാം. ലോങ് വീഡിയോസ് ഉപയോഗിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് കോണ്ടന്റ് നൽകാം. പക്ഷേ മറ്റുള്ളവരുടെ വീഡിയോസ് കോപ്പി ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ലോങ് ടേം സ്ട്രാറ്റജി അല്ല. നിങ്ങളുടെ സ്വന്തം ഐഡിയ, എക്സ്പ്ലനേഷൻ, എഡിറ്റിംഗ്, പേഴ്സണാലിറ്റി എന്നിവ കോണ്ടന്റിൽ ഉണ്ടാകണം. യൂട്യൂബിൽ ഇൻകം വരാൻ സമയമെടുക്കാം. അതുകൊണ്ട് ആദ്യ ലക്ഷ്യം പണമല്ല, ഒരു ലോയൽ ഓഡിയൻസ് ഉണ്ടാക്കുക എന്നതായിരിക്കണം. 7. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യാൻ ഇഷ്ടമാണോ? എങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു ഓപ്ഷനാണ്. ഇതിന്റെ ബേസിക് ഐഡിയ വളരെ സിമ്പിളാണ്. ഒരു കമ്പനി നൽകുന്ന അഫിലിയേറ്റ് ലിങ്ക് വഴി നിങ്ങൾ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ആ ലിങ്ക് വഴി ഒരാൾ എലിജിബിൾ പർച്ചേസ് നടത്തിയാൽ പ്രോഗ്രാമിന്റെ ടേംസ് അനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കാം. പക്ഷേ ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യരുത്. നിങ്ങൾ ഉപയോഗിക്കാത്തതോ വിശ്വസിക്കാത്തതോ ആയ പ്രോഡക്ട്സ് വെറും കമ്മീഷൻ കിട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യരുത്. ഓഡിയൻസിന് ജെന്യൂൻ ഇൻഫർമേഷൻ നൽകുക. ഉദാഹരണത്തിന്, നിങ്ങൾ ബ്യൂട്ടി കോണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്കിൻ കെയർ ടൂൾസ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സിനെ കുറിച്ച് ഓണസ്റ്റ് റിവ്യൂ നൽകാം. ട്രസ്റ്റ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ആസെറ്റ്. അടുത്തത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാൻ അറിയാമോ? അതൊരു സർവീസായി നൽകാം. ഒരു ലോക്കൽ ഷോപ്പിന് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടെങ്കിലും ദിവസവും കോണ്ടന്റ് ഇടാൻ സമയമില്ലായിരിക്കാം. നിങ്ങൾക്ക് അവരുടെ വേണ്ടി പോസ്റ്റ് ഐഡിയാസ് തയ്യാറാക്കാം, ക്യാപ്ഷൻസ് എഴുതാം, ബേസിക് ഡിസൈൻസ് ഉണ്ടാക്കാം, റീൽസ് എഡിറ്റ് ചെയ്യാം, പോസ്റ്റിംഗ് സ്കെഡ്യൂൾ തയ്യാറാക്കാം. ഇങ്ങനെയൊരു പാക്കേജായി സർവീസ് നൽകാൻ ശ്രമിക്കാം. ആദ്യം ഒരു സാമ്പിൾ പേജ് ഉണ്ടാക്കി നിങ്ങളുടെ സ്കിൽ കാണിക്കാം. പിന്നീട് ചെറിയ ബിസിനസ്സിനെ സമീപിക്കാം. 9. റീസെല്ലിംഗ് സ്മോൾ ഓൺലൈൻ ബിസിനസ്. അടുത്തത് ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ്, റീസെല്ലിംഗ്. ഇവിടെ ആദ്യം തന്നെ വലിയ സ്റ്റോക്ക് വാങ്ങി പണം മുടക്കേണ്ടതില്ലാത്ത മോഡൽസ് ചില പ്ലാറ്റ്ഫോംസിൽ ലഭ്യമാണ്. പക്ഷേ ഓരോ പ്ലാറ്റ്ഫോമിന്റെയും റൂൾസ്, മാർജിൻ, ഷിപ്പിംഗ്, റിട്ടേൺ. 10. വഴി ഡിജിറ്റൽ പ്രോഡക്ട്സ്. ഒരു പ്രാവശ്യം തയ്യാറാക്കി പലർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ഐറ്റംസ്. ഉദാഹരണത്തിന് സ്റ്റഡി പ്ലാനേഴ്സ്, പ്രിന്റബിൾ ചെക്ക്ലിസ്റ്റ്സ്, സിമ്പിൾ ടെംപ്ലേറ്റ്സ്, നോഷൻ ടെംപ്ലേറ്റ്സ്, ക്യാൻവ ടെംപ്ലേറ്റ്സ്. ഇവ നിങ്ങളുടെ സ്വന്തം ഒറിജിനൽ വർക്ക് ആണെങ്കിൽ ഓൺലൈനായി വിൽക്കാൻ ശ്രമിക്കാം.